ഗായ്സ് നല്ല ഫുഡൊക്കെ അടിച്ച് എല്ലാവരും അങ്ങനെ സൈഡാവാൻ വേണ്ടി ഇരിക്കുകയാണ്. അമ്മമ്മ വന്നിട്ടും കഴിച്ചു കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. എന്താ അമ്മമ്മ അത്ര നേരിട്ട് കഴിച്ചു കഴിയാഞ്ഞേ? അതെന്താ അതെന്താ സാവധാനം വന്നത് അമ്മമ്മ ഞങ്ങൾ പകുതി ആയപ്പോഴാണ് അമ്മമ്മ എത്തിയത്. കാരണം അമ്മമ്മ കറി ഒന്ന് ചൂടാക്കാണ്ടെന്ന് പറഞ്ഞിട്ട് കറി ചൂടാക്കി നിങ്ങൾ മേശപ്പുറത്ത് വെച്ച് കഴിച്ചോളേ. അതിനെന്തിനാ താഴേക്കൊക്കെ വെക്കുന്നേ? ആര് കാണാണ്ടൊക്കെ അതെന്താരും കണ്ടാലേ കണ്ടാ പ്രശ്നമായാലോ വിചാരിച്ചില്ല. കണ്ട പേടി. ഓ മൈ ഗോഡ്. അപ്പൊ ഒരാളത് അവിടെ ഗേറ്റ് ഒക്കെ പൂട്ടി വന്നിട്ട് അപ്പൊ ഇന്നത്തെ ഫ്രഞ്ച് ഫ്രൈസ് കട്ടായിരിക്കുന്നു ഗൈസ്. അച്ഛാ നിങ്ങള് മനഃപൂർവ്വം ഗേറ്റ് പൂട്ടിയല്ലേ? അല്ലേ? ആ ചിരിയൊന്നും മനസ്സിലാക്കാം. 9:20 ഞാൻ മുക്കമാളിൽ പോണെന്ന് പറഞ്ഞിരുന്നു. ക്യാൻസൽ ആയിണ്ട് ഗൈസ്. അത് പിന്നെ നമുക്ക് ഇനി വേറെ പണി പറഞ്ഞാൽ പാത്രമൊക്കെ അമ്മയും അച്ഛനും അമ്മയും ചേച്ചിയും ആരൊക്കെയോ കഴുകിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കില്ല, കാരണം ഞാൻ ഇലയിലായിരുന്നു ഫുഡ്. ഫുഡ് കഴിക്കുന്ന ഏറ്റവും നല്ലതാണ്. പ്ലേറ്റ് കഴുകേണ്ടി വരില്ല. അതുകൊണ്ട് ഒരു പേരുടെ പാത്രം കഴുകൊണ്ടിരിക്കുക. ഞാൻ അമ്മ മാത്രമേ ഇല കഴിച്ചുള്ളൂ. ഏട്ടാ എന്നിട്ട് ഫുഡ് എങ്ങനെയായിരുന്നു? ഫുഡ് ഗംഭീരായിരുന്നു. നല്ല മീനച്ചാറല്ലേ? മീനച്ചാർ രക്ഷയില്ല. ഇവിടെ ലൈറ്റ് ഇല്ല, നമുക്ക് ലൈറ്റ് ഇടണം. എന്ത് ചെയ്യാൻ ആച്ചാ? എന്താ എല്ലാരും പാത്രം കഴുകലുണ്ട്. ചില ദിവസം അവരുണ്ടാവും, ചിലപ്പോ നമ്മളുണ്ടാവും, ചിലപ്പോ അങ്ങനെ. പക്ഷെ ഫുഡ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക അച്ഛനും അമ്മയാണ്. രാവിലെ തന്നെ അവരെങ്ങനെ എണീക്കും, ഇവരെങ്ങനെ ഫുഡ് ഉണ്ടാക്കും, ഞങ്ങളങ്ങനെ കഴിക്കും. അമ്മ എന്താ നീ പണി? അമ്മ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ദോശക്ക് അരി അരച്ചു. നാളെ രാവിലത്തെ അടുക്കളയിലേക്ക് വരണ്ട. നെക്സ്റ്റ് ചേച്ചി നെയ്റോസ്റ്റോ. ദോശക്ക് എന്താ സാമ്പാറാണോ ചട്നിയാണോ ചമ്മന്തിയാണോ? ദോശക്ക് ദേവു നാളെ എന്താ ഉണ്ടാക്കണ്ട? സാമ്പാർ വേണോ? മിക്കവാറും സാമ്പാറായിരിക്കും. ദേവു ചട്നി ഉണ്ടാവും, സാമ്പാറും ഉണ്ടാവും. മിക്കവാറും ചട്നി സാമ്പാറുവാ. ദേവ് ചേച്ചിക്ക് എന്താ ഇഷ്ടം? ദോശയും ചട്നിയാണോ ദോശയും സാമ്പാറും ആണോ? എനിക്ക് ദോശയും ചട്നിയാണ് ഇഷ്ടം. അല്ല, സാമ്പാർ ഇഷ്ടമില്ലായില്ല, പക്ഷെ ചട്നിയാണ് കൂടുതൽ ഇഷ്ടം. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അനിയത്തി വലിയ ഓവറാണ് വീഡിയോസിൽ, അങ്ങനെയാണ്. എന്റെ വിളിപ്പേരിന് ഓവർ എന്നാണ്. നിങ്ങൾക്ക് അറിയേണ്ടതാണ്, കുടുംബത്തിൽ എന്നെ കുറച്ച് ആൾക്കാർ കളിയാക്കി. അല്ലല്ല ഓവറിന്നാണ് ഞങ്ങൾ ചെല്ലപ്പേര് വിളിക്കാറ്. അല്ല അവള് അങ്ങനെ അവള് പാവാണ്. ഞാൻ അവളെ വീഡിയോ എടുക്കലുണ്ട്. അവള് പാവാണ്, പക്ക പാവാണ്. ഞാൻ അവളെ പ്രശംസിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല, അവൾ അങ്ങനെയാണ് ഓൾറെഡി. എന്താ പറയണ്ടേ? എന്ത് മോള്? അതിപ്പോ ഓരോരുത്തർക്ക് തോന്നുന്ന ആ ഒരു ഇത്തിരി സമയത്ത് കാണുന്നതാണോ ഒരാള്, എനിക്കറിയൂല. അത് എല്ലാരും അങ്ങനെയായിരിക്കും വിചാരിക്കും, ഇത്തിരി സമയം വീഡിയോയിൽ കാണും. അതേപോലെ കുറെ ആൾക്കാർ അമ്മേനും എന്തുമോളി മാറി പൊങ്കാലടിപ്പിക്കലുണ്ട്. ഇവർ രണ്ടാളും പാവാണ്. എന്റെ ലൈഫിൽ സമ്മതിച്ചോളൂ. എന്റെ ലൈഫിൽ ദുഷ്ടന്മാരാണോ അവര്? അല്ല, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് സത്യാവസ്ഥ. അതാണ് സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതാണ്. സത്യത്തിന്റെ മുഖം വികൃതയായിരിക്കും. കഷ്ടപ്പെട്ട് ചുളിക്കണ്ട. അപ്പൊ സംശയിക്കട്ടെ, മിക്സിയുടെ സൗണ്ട് ഇപ്പൊ കേൾക്കുവോ? ഈ മൈക്കുള്ളതിനെ കൊണ്ട് കേൾക്കൂല. ഓ ഗൈസ്, മേശപ്പുറം തുടച്ച് നമുക്ക് സ്റ്റവ് തുറക്കാണ്ട് വേറെയൊന്നും നമ്മൾ തുടക്കാൻ നിൽക്കണ്ട, വേഗം ഇവിടുന്ന് പോണം എന്നുള്ളതാണ് ലക്ഷ്യം. ചേച്ചി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും. നണ്ടു വിളിക്കുന്നു. ഇങ്ങനത്തെ ഒരു കുപ്പി വാങ്ങി തരണം, ഇതിന്റെ ചെറുത്. ഇത്ര തന്നെ വേണ്ട. ഞാൻ ദേവുക്ക് തരില്ല. ഞാൻ എത്ര പ്രാവശ്യം കെഞ്ചിക്കാണ് ചോദിക്കുന്നത്. അമ്മക്ക് ഇത്ര വേറെ കുപ്പി വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. ഇത് ഞാൻ വല്ലാതെ മോഹിച്ചു പോയി. അല്ല, ആ സംശയിക്കട്ടെ, അമ്മക്ക് ഇപ്പൊ എന്തിനാ വെള്ളക്കുപ്പി? എനിക്ക് ദേവ് ബാഗ് വാങ്ങി കൊണ്ടുവന്നില്ലേ? നിങ്ങൾക്ക് ബാഗ് കാര്യണ്ട് പുറമെ പോകുമ്പോ ഉപയോഗിക്കാൻ. എനിക്ക് ഇതിന്റെ ചെറുത് മതി, ഇത്ര വലിപ്പമുള്ള വേണ്ട. നിങ്ങൾക്ക് എന്തിനാ വെള്ളക്കുപ്പി? ഇതിന്റെ ബാഗ് വാങ്ങിക്കുന്നുണ്ട് ഉടനെ, അപ്പൊ വേറെ വെള്ളക്കുപ്പി കൂടെ വാങ്ങിക്കുന്നത്. എനിക്ക് ഇത്ര വലുത് വേണ്ട ദേവു, എനിക്ക് ചെറുത് മതി. അമ്മക്ക് ഇപ്പൊ എന്തിനാ വെള്ളക്കുപ്പി? വെള്ളക്കുപ്പി എവിടെയെങ്കിലും പോകുമ്പോ എനിക്ക് ഇത്തിരി വെള്ളം കയ്യിലെടുക്കാം. ബാഗായില്ലേ, അപ്പൊ ഒരു ചെറിയ വെള്ളക്കുപ്പിട്ടുണ്ട് പോവാലോ. ഇവിടെ ബാഗിനകത്ത് ജീവിക്കുന്ന ഞാനാണ്. ഞാൻ എൻ്റെ മുന്നേ ഒരു ബാഗ് വാങ്ങി. അത് ഇതിന്റെ മുന്നിട്ട് ഒരു 4-5 കൊല്ലം മുന്നേ ഞാൻ ഒരു ബാഗ് വാങ്ങി. അച്ഛൻ പണിക്ക് പോകുമ്പോൾ അച്ഛൻ എടുത്തുകൊണ്ടുപോയി. ഞാൻ പിന്നെ ഒരു വേറെ ബാഗ് വാങ്ങി. പിറ്റേ ദിവസം ഏട്ടൻ്റെ അടുത്ത് പണിക്ക് പോയി. പിന്നെ എനിക്ക് മൂന്നാമത് വാങ്ങിയ ബാഗിലാണ് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റേ ബാഗിലെ കറുപ്പ് അതിൻ്റെ കേട്ടോ, എനിക്ക് വേണ്ടി വാങ്ങിയായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു, ഞാൻ പറയില്ല, കാരണം അതിന് ശേഷം കിട്ടിയ ബാഗ് നല്ല ബാഗ് കേട്ടോ.
എന്താ ഞാൻ പറയണ്ടത്? എന്തെങ്കിലുമൊക്കെ പറയും. വ്ളോഗിലായിട്ട് 8 മിനിറ്റ് വ്ളോഗ് എടുക്കും. അല്ല എന്തെങ്കിലുമൊക്കെ പറയാന്ന്. അല്ല ഇന്നലെയും മെനിഞ്ഞാന്നും ഒക്കെ സത്യം പറഞ്ഞ 2-3 ദിവസമായിട്ട് ദേവും നന്ദൊന്നുമില്ല എന്നിട്ട് മിസ്സായിണ്ടായിരുന്നു. എനിക്ക് മിസ്സായില്ലേന്നു കേട്ടോ. ഞാൻ ഇവിടെ അടിച്ചു പൊളിക്കുന്നു. അങ്ങനെ അങ്ങനെ അവരാരും കാണുക പോലും ചെയ്തില്ല. എല്ലാരും കൂടെ ഉണ്ടാകുമ്പോൾ വേറൊരു വൈബാണ്. എല്ലാരും കൂടെ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം. നമ്മൾ ഒരു എന്താ പറയാ, എല്ലാരും കൂടെ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമാണ്. അത് ശരി. അവിടെ വീട് ഉണങ്ങിയ അവസ്ഥയായിരുന്നു. ഇവരാരും ബഹളമൊന്നും ഉണങ്ങിയ അവസ്ഥ എന്നൊന്നും പറയാനില്ല കേട്ടോ. ഇവിടെ അമ്മച്ചന് വയ്യാത്തോണ്ട് കുറെ ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും നിങ്ങളെവിടെ എന്നുള്ളത് ഇങ്ങനെ ചോദിക്കും. ദേവുജസിന് ആദ്യമായിട്ട് കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. കാണാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാന്ന് പറഞ്ഞു. പക്ഷേ ഇനി നമ്മൾ കൊറേ കാലം ഗൈസ് ഇവര് പോയപ്പോ ഞാൻ മിസ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാവിലെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഞങ്ങളൊരു കച്ചറല്ല ഫുഡിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമല്ലോ. കൈയിട്ട് വരണം, അച്ചാർ കൈയിട്ട് വരാണ്ട് അങ്ങനൊന്നും ഏട്ടല്ലായിരുന്നു. പിന്നെ ചേച്ചിയും പടല്ലേ, ചേച്ചിനെ കൊണ്ടാക്കാൻ പോകുന്ന കാണുന്നില്ലായിരുന്നു. ഉറപ്പിക്കല്ല, വേറെ ഒച്ചയും ബഹളമൊന്നുമില്ല. അപ്പം അങ്ങനെ ചെറിയൊരു സാഡ് വൈബ് ആയിരുന്നു. പിന്നെ വേറെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അഖിലേട്ടുണ്ടായിരുന്നു, പൊന്നേച്ചി ഉണ്ടായിരുന്നു, അച്ഛമ്മ, കണ്ണ അവിടെ 2 ദിവസം ഉണ്ടായിരുന്നു. അതിനെക്കൊണ്ട് എല്ലാരും വന്നപ്പോൾ ദേവും നന്ദും ഇല്ലല്ലോ എന്നുള്ളത് അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വിചാരിച്ചു. എല്ലാരും കൂടെ ഉണ്ടാകുമ്പോ ഒരു സന്തോഷം. പോയ പിറ്റേന്നില്ലേ ഉച്ചവരെ ആരില്ലെങ്കിലും ഉച്ചയ്ക്ക് ശേഷം അക്കരെന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആരാമേ വന്നേ? ഇവിടെ ആരൊക്കെയോ ഉണ്ടായിരുന്നു. ഐ മീൻ ആളൊഴിഞ്ഞ സമയം ഉച്ചവരെ. അമ്മിനേച്ചി പാപ്പേച്ചി ഓരും വന്ന ഒരു പിറ്റേന്ന് മീൻ മരിച്ചു പോയി ഗൈസ്. എന്ത് മീനാച്ചാ മരിച്ചേ? ഗൗരാമി. എന്താ അറിയില്ല, ഈ വീട്ടിൽ മീൻ ഭ്രാന്തുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ ആ ഭാഗത്ത് പെട്ടതേ അല്ല. ഞാൻ അതിൽ തിരിഞ്ഞു നോക്കാറ് പോലുമില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പിടിച്ചിരുന്നോ? മീൻ മരിച്ചു. ഈ വല എന്താ ചെങ്ങനെ? ഇതിങ്ങനെയാണോ യഥാർത്ഥ വല? നമ്മൾ അതിൻ്റെ ഉണ്ടാക്കുന്നൊക്കെ വല ഗൈസ്. ഈ വല കണ്ട കോമഡിയാണ്. യഥാർത്ഥ വലയല്ല. ഈ വലേൻ്റെ കമ്പി വാങ്ങിയിട്ട് എത്ര കൊല്ലം ഉണ്ടാവും? ഏകദേശം ഒരു 10-12 കൊല്ലം ഉണ്ടാവില്ലേ? അത് കൂടുതലായി ഉണ്ടാവും. ഈ വല അച്ഛൻ്റെ കലാവിരുതാണ് അല്ലേ? എന്താ എടുത്തോളി, ഞാൻ അടിച്ചോളാം. വെള്ളം ഉറ്റുന്നുണ്ട് മുത്തേ. വെള്ളം എന്താ ഉറ്റി പോകുന്നു? വെള്ളം ഉറ്റാ മുത്തേ. അന്നേ ഞാൻ പറഞ്ഞത് ചത്ത് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. 3-ാം ദിവസമായി. നിങ്ങളത് കാര്യപ്രാപ്തി ഉള്ളവരോട് പറയണം. എല്ലാരോടും പറഞ്ഞില്ല. ആരും ശ്രദ്ധ, നിങ്ങൾ തിരക്കിലായിരുന്നു. അമ്മച്ചനുണ്ട് ഇവിടെ. അമ്മച്ചൻ ഇവിടെ. അമ്മച്ചൻ ഇനി മുതൽ ഫുൾ മസിലായിരിക്കുന്ന പറയുന്നത്. കാരണം എന്താ അമ്മച്ചൻ മസിൽ വെക്കുവോ? മസിൽ വെക്കാനല്ല, അമ്മച്ചന് കാലുവേദന ക്ഷീണമൊക്കെ കൂടുതലായിട്ടുണ്ട് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ പ്രോട്ടീൻ പൗഡർ എഴുതണമെന്ന് ചോദിച്ച്. അപ്പോൾ ഡോക്ടർ മരുന്നായിട്ട് എഴുതിയതാണ് അത്. അപ്പോൾ അത് കുടിച്ചാൽ അമ്മച്ചന് ക്ഷീണം എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ. അമ്മച്ചൻ രാവിലെ ഒന്നും എണീക്കാൻ വയ്യ. അപ്പോൾ ഒരു 10-11 മണി 12 മണി ആകുമ്പോഴേ അമ്മച്ചന് എണീറ്റ് എന്തെങ്കിലും ചെയ്യാനാവുന്നുള്ളൂ. അതുവരെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുക ചെയ്യുന്നത്. ഇതെന്താ അമ്മ? പ്രോട്ടീൻ പൗഡർ. ഓ, ഇതാ പ്രോട്ടീൻ പൗഡർ? ഇതൊക്കെ ഏതാ പ്രോട്ടീൻ പൗഡർ? ഞാൻ വിചാരിച്ചു ഇവിടെയുള്ള പ്രോട്ടീൻ പൗഡറില്ലേ അതെടുത്ത് കലക്കി. അതല്ല ഞാൻ അതെടുത്ത് കലക്കി കൊടുക്കുകയൊന്ന്. ഇവിടെ ഒരു പ്രോട്ടീൻ പൗഡർ ഉണ്ട് ഗൈസ്. തീർന്നോ ഏട്ടാ? തീർന്നോ? അത് അച്ഛനാ കുടിക്കല്. അച്ഛൻ കുടിക്കാറുണ്ട്. അച്ഛാ, മുത്തേ. അച്ഛനെ കാണാനില്ല ഗൈസ്. അച്ഛൻ നമ്മളെ മീനിനെ കുഴിച്ചിടാൻ പോയതാണ്. സംസ്കാരത്തിന് പോയാലോ? അച്ഛാ, തെക്ക് വടക്ക് ഏടെ? അച്ഛനെ കാണാൻ പോലും എല്ലാവരും ചെരുപ്പിട്ടുമ്പോ അച്ഛനെ ഹണ്ട് ചെയ്യാൻ പോവാ. അച്ഛൻ ഹണ്ടാണ് നൈറ്റില്. വാ അച്ഛൻ ബാക്കിലെ പറമ്പിലേക്കൂലേ? അച്ഛാ, വിളി കേട്ടിട്ടുണ്ട്. കുഴിച്ചിടാൻ പോവാ. നമ്മൾ ആ മീൻ മരിച്ച സ്ഥിതിക്ക് കുഴിച്ചിട്ടോ? കുഴിച്ചിടുന്നില്ല, എറിഞ്ഞിട്ടുണ്ടോ? ആ മീനടെ
തെങ്ങിന്റെ ഇതിലോ? ഞാൻ വിചാരിച്ചെ കുഴിച്ചിടാൻ പോയതാന്ന്. എന്റെ മോനെ. യെസ്, ഇവിടെ എവിടെയോ ഇട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇല്ല, എടെ എടെ ആ ആ എടെ ആയിക്കോട്ടെ. നമുക്ക് നമ്മള് കുഴിച്ചിട്ട്. ഓ മൈ ഗാഡ്. ചെറിയ മീനാ, എന്താ പൂച്ച കൊണ്ടുപോയിക്കോളും. പൂച്ച കൊണ്ടേക്കോളും എന്നാ പറയുന്നത്. പൂച്ചക്ക് ഒരു അത്താഴം, ഒരു മീൻകുട്ടി ഒരു സദ്യ ആയിക്കോട്ടെ. മീൻകുട്ടി സദ്യ. ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. മീൻകുട്ടി ചാത്ത സ്വാഹ. ഗൈസ്, എനിക്ക് നല്ലൊരു വീഡിയോഗ്രാഫറില്ല, എന്നെ കൊണ്ടൊക്കെ ആ സ്കൂട്ടറിലൊന്നും പോയി വീഴല്ലേ. നല്ല സുഖാണ്. ഈ കുളത്തിൽ കുറെ മീനുണ്ട് അല്ലേ അച്ഛാ? കുറെ മീനുണ്ട്, കുറെ ചെറിയ ചെറിയ മക്കളുണ്ട്. നമ്മള് പണ്ട് എത്ര മീൻ ഉണ്ടെന്ന് ഓർമ്മയില്ലായിരുന്നോ? ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോന്ന് എത്ര മീനെന്നറിയോ? ബ്ലാക്ക് മോളി മാത്രമല്ല, ഓറഞ്ച് വലിയ മീനും ഇല്ലായിരുന്നോ? എന്തായാലും ഒക്കെ പോയി. ഏട്ടന് ഓർമ്മല്ലേട്ടാ? അതൊരു കാലം. അന്ന് ഏട്ടനൊരു പ്രാന്തുണ്ടായിരുന്നു ഗായ്സ്. ഈ വല കൊണ്ടുവരും സാധാ നെറ്റില്ലേ, അത് യഥാർത്ഥത്തിലായിരിക്കുമ്പോ അതിങ്ങനെ ചാകര 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 പിന്നെ ചാകര 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 എന്തൊക്കെയോ പ്രാന്തായിരുന്നു. അതേപോലെ ഒരു ദിവസം ഇവിടെ അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്തപ്പോ 2 ഷാർക്ക് ഉണ്ടായിരുന്നു. അവസാനമായപ്പോ കുറെ കഴിഞ്ഞപ്പോ ഈ അച്ഛനമ്മയൊക്കെ പോയി കഴിഞ്ഞാൽ ഏട്ടൻ ഇവിടെ അങ്ങ് ഇരിക്കും. എന്നിട്ട് ഇത് കൈയിട്ട് ഇങ്ങനെ കോളം കലക്കും. കുറച്ച് കഴിഞ്ഞാൽ മീനിൽ കൂടെ പായുന്നത് കാണാം. എൻ്റെ അമ്മോ, ഇവനൊക്കെ എന്തോ കുഴപ്പമുണ്ട്. ഇനി നമുക്ക് ഒരു അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ധൈര്യമായിട്ട് അടുക്കളയിലേക്ക് പോവാം. പണിയൊന്നും ചെയ്യാൻ പ്രത്യേകിച്ച് പറയൂല. ചേച്ചി, നിങ്ങൾക്ക് കുറച്ച് പ്രോട്ടീൻ പൗഡർ ആണോ? എനിക്ക് പ്രോട്ടീൻ റിച്ച് ആണ്. ഇനി എന്തിനാണ് പ്രോട്ടീൻ? എനിക്കിത് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ലത്. മിൽക്കി ബാറിന്റെ മണം അല്ലേ? നല്ല മണമുണ്ട്. മിൽക്കി ബാറിന്റെ മണല്ലേ? അമ്മച്ചൻ വിളിച്ചു വന്ന്. എന്താ അമ്മച്ചേ? ശാന്ത വരുന്നുണ്ട്. എന്തേ മുത്തേ? ശാന്തപ്പ വരും കേട്ടോ. ഒരു ഗുഡ് നൈറ്റ് പറയോ? അമ്മച്ചന്റെ മുടിയൊന്നും കാണാനില്ല. ഞാൻ വിചാരിച്ച് ചെറുതായിട്ട്. ഓ മേ. ഗുഡ് നൈറ്റ് മുത്തേ. എന്താ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നമുക്ക് ഗുഡ് മോർണിംഗിന് കാണാൻ പറഞ്ഞല്ലേ. ഇനി നമുക്ക് എന്താ പണി? ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അമ്മ ദോശയ്ക്ക് അരച്ച് വെക്കുകയാണ്, ഏട്ടൻ്റെ പിന്നാലെ നടക്കുകയാണ്, അച്ഛൻ എന്തൊക്കെ ചെയ്ത് നടക്കണം. ഇപ്പോൾ ഉറങ്ങാൻ പോകും. അമ്മച്ചൻ എന്തോ കുടിക്കാൻ കൊടുക്കുകയാണ്. ദേവു ചേച്ചി എന്തിനോ പിന്നാലെ ഓടുന്നു. ആ എന്താ? വൈസ് പ്രസിഡന്റിന് തെരഞ്ഞെടുപ്പിൽ ആരാ ജയിച്ചതെന്നറിയോ? വൈസ് പ്രസിഡന്റോ? എന്തിന്റെ? പ്രസിഡന്റ് മുർമൂർ കഴിഞ്ഞ പിന്നൊന്നില്ലേ, ആ രാജിവെച്ച് ഇലക്ഷൻ ഉണ്ടായി. മുർമുറു രാജിവെച്ച് അല്ല, അത് പ്രസിഡന്റ്, അത് അസിസ്റ്റന്റ് പ്രസിഡന്റ് രാജിവെച്ച്. ആ, അപ്പോൾ അവിടെ ഇലക്ഷൻ നടന്ന് ഇന്നിപ്പം ഫലം പ്രഖ്യാപിച്ച് കഴിഞ്ഞുണ്ട്. നോക്ക്. ജനതാ പാർട്ടിയോ വിട്ടിട്ട് അല്ലെങ്കിൽ ആരൊക്കെ കിട്ടി നോക്കാനാണ് പറഞ്ഞത്. നോക്കണോ വേണ്ടേ നോക്ക. യൂട്യൂബ് എടുത്ത് നോക്ക. കൊടുക്കാൻ അമ്മച്ചന് കൊടുക്കാൻ കൊണ്ടുപോകാ. ആ കൊണ്ടുപോയിക്കോളി. ലൈറ്റ് ഇട്ടെ മാമേ. ഇതാ അതുകൂടെ കുടിച്ചാടേ അമ്മച്ചാ. നല്ല പ്രോട്ടീൻ പൗഡർ. ആ ശരിയാ. അച്ഛാ, നിങ്ങൾ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നോ മുത്തേ? ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നോ? ആരാ ജയിച്ചേ? ആരോ ജയിച്ചിട്ടുണ്ടേ. 300-ൽ 482. 300-482. എന്തിനാ വെറുതെ കയ്യില് പറയും. ഇനി അച്ഛൻ എന്തോ ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നത് നിങ്ങള്? നിങ്ങൾ എന്ത് ചെയ്യുന്നു? കേക്ക്. ആ പറയമ്മേ. ഇത് വീഡിയോലാ? ഞാൻ പറയാണ്ടോ?
ഗൈസ് ഇനി ചീത്ത കേൾക്കാൻ തുടങ്ങും, അപ്പൊ റെക്കോർഡ് ചെയ്ത് പിടിച്ചാൽ സത്യം പറയാൻ ട്രിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ ചീത്ത കുറയും. എന്റെ കാര്യം പറഞ്ഞ അപ്പൊ ഒന്ന് കുറഞ്ഞു കിട്ടും. എന്താ കാര്യം പറയ്. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. കാര്യം പറയ് എന്തിനാ വിളിച്ചത്? കാര്യങ്ങൾ പറഞ്ഞാൽ പറയൂല ഗൈസ്, ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയുള്ളൂ, സ്വകാര്യാണ്. ചേച്ചി ഇന്നെന്താ പണി? പണിയൊക്കെ ഏകദേശം തീർന്നു. ഏകദേശം തീർന്നാ പറഞ്ഞേ, തീരാൻ മാത്രമല്ലേ പണിയൊന്നുമില്ലേ? ചെറിയ ചെറിയ പണികൾ. ഈ ചെറിയ ചെറിയ പണികളാണ് ഏറ്റവും വലിയ പണി. മറ്റേതിന് 300 രൂപയെന്ന് തോന്നുന്നു. ഇതിനോ? ആരോ വിളിക്കുന്നുണ്ട് എന്നെ. വിളികളൊക്കെ. ആ മമ്മേ, അമ്മച്ചന് പോസ്റ്റോ, നിങ്ങൾ പോസ്റ്റൊക്കെ ഇടും അമ്മേ? ഓ നോക്കി അച്ഛനറിയാം, അച്ഛൻ പറഞ്ഞു കൊടുക്കും. ശാശി ഗൈസ്, അമ്മച്ചനി ഉറങ്ങാൻ സമയത്തുമ്പോൾ നല്ല എന്താ ഗൈസ്, അമ്മമ്മ പോസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബിൽ. അമ്മമ്മയോ ഇതെന്താ ഞാനോ? ഗൈസ് ഇതൊക്കെ നമ്മളിങ്ങനെ മ്യൂട്ടാക്കി. ഇവിടുത്തെ വൈഫൈക്ക് എന്തോ കുഴപ്പമുണ്ട്. സത്യം പറയാലോ, ഇവിടെ വൈഫൈ കിട്ടൂല. അത്രയും ദേഷ്യം പിടിച്ചു പോകുമ്പക്ക് ആ വൈഫൈക്കാരെ വിളിച്ച് ഞാൻ എന്തെങ്കിലും പറയും ഒരു ദിവസം അങ്ങനെ വേണമെങ്കിൽ. പക്ഷെ ഞാൻ പറയില്ല എന്നുള്ളതാണ് സത്യം. വൈഫൈ ചെറിയ എറർ ഉണ്ടാവലുണ്ട്, പക്ഷെ മിക്കവാറും അവരോട് നമ്മൾ പറയുന്നതാണ്, ഒരു കറക്റ്റ് ചെയ്യാൻ വരലുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ മോളിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മളെ ഒരിടത്ത് നിന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഒരു ഹെൽപ്ലെസ് ആണ്. ഒരു വരലുണ്ട്, നോക്കലുണ്ട്, പോവലുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. മുകളിലുള്ള ഓരോ ബാൻഡ് വിഡ്ത്ത് ഹൈയാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ചെയ്യേണ്ടി വരും. അത് അവർക്ക് ഇവിടെ നിന്ന് 100 MB/s ആണ്. ചിലപ്പോൾ 1 MB/s പോലും കിട്ടാറില്ല എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ. ഞാൻ കാണുന്നു, ഞാൻ യൂട്യൂബ് അല്ലെങ്കിൽ എന്ത് നോക്കുമ്പോൾ ഡൗൺലോഡിങ് സ്പീഡ് പോലും ചിലപ്പം ലോ ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കടം. അപ്പോൾ ഗൈസ്, ഇനി ഞങ്ങളെല്ലാവരും കിടക്കാൻ പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഫ്രഞ്ച് ഫ്രൈസ് ക്യാൻസൽ ആയിരിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം കഴിക്കാൻ വേണ്ടി പോവാം. എന്നാൽ പവറിങ് ഓഫ്.